വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കാൽവരി മൗണ്ടൊക്കെ പോയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തേക്കടി ഫ്ലവർ ഷോ കാണാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. വൈകുന്നേരമാണ് പോകുന്നത്. മഴയ്ക്ക് മൂടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു. 70 രൂപയുടെ ടിക്കറ്റാണ്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നോക്കാലോ എന്തൊക്കെയാണ് ഈ തേക്കടി ഫ്ലവർ ഷോയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന്. ടിക്കറ്റ് 70 രൂപ. ആഹാ, കയറി ചെല്ലുമ്പം തന്നെ നല്ല രസമുള്ള സെറ്റപ്പാണല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നല്ല ബോംബെ ബോൾസ് ഒക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇടുക്കിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പൂവിനും നല്ല കളറുണ്ടാവും. കാരണം തണുപ്പുള്ളൊരു സ്ഥലമായതുകൊണ്ട്. സൂര്യകാന്തിയൊക്കെ പൊളി ചിരിച്ച് നിൽക്കുന്നല്ലേ, സൂപ്പറായിട്ടുണ്ട്. സൂര്യകാന്തി പൂക്കൾക്കൊക്കെ നല്ല വലിപ്പവും നല്ല കളറും. ഞാൻ പറഞ്ഞേ അതാണ് ഇടുക്കി. ഇടുക്കിയിൽ വിരിയുന്ന പൂക്കൾക്കൊക്കെ നല്ല കളറും നല്ല വലിപ്പവും ഒക്കെ ഉണ്ടാവും. നല്ല സൂപ്പറായിട്ടില്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് അവർ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്, സെയിലില്ല എന്ന് പറഞ്ഞു. സെയിലുണ്ട്. ഈ ഫ്ലവർ ഷോയുടെ ലാസ്റ്റ് ഡേ ഇതെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഡേ വരുന്നവർക്ക് ഇതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയി വെക്കാല്ലേ. നല്ല ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിരുന്നു. ഇതവിടെ ചെടികളും വിത്തുകളൊക്കെ സെയിലുണ്ട്. ചെടികളിലെ നല്ല നല്ല സീഡ്സ്, അഗ്രികൾച്ചർ നഴ്സറികളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന സീഡ്സാണ്. ജൈവവളങ്ങളുണ്ട്, ടിഷ്യൂ കൾച്ചർ വാഴകൾ. ഈ ടിഷ്യൂ കൾച്ചർ വാഴ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പക്ഷെ നന്നാവും തോന്നും. അഡീനിയം പ്ലാന്റ്സിനൊക്കെ നല്ല വിലക്കുറവുണ്ട്. മൊത്തത്തിൽ ചെടികൾക്കൊക്കെ നല്ല വിലക്കുറവും നല്ല കണ്ണിന് കൗതുകമുള്ള കാഴ്ചകളും ആയിരുന്നു. പക്ഷെ മഴ വരുന്നുണ്ട്. ലൈറ്റ് കണ്ടോ, ലൈറ്റെല്ലാം ഇട്ട് നല്ല രസമുണ്ട്. ഇതാണ് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ നാത്തൂനും കൂടിയാണ് പോയത് കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. നല്ല ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. ഇത് പക്ഷേ മഴ വരുന്നത് കാരണം ഞങ്ങൾക്ക് വേഗം തന്നെ തിരിച്ചു പോരേണ്ട അവസ്ഥയാണ്. കാരണം ഇവർ ചെറിയൊരു ഷീറ്റാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അത് ഈ ഇവിടുത്തെ മഴയൊന്നും താങ്ങുകയില്ല. അപ്പം എന്തായാലും നനയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചെടി കണ്ടോ, ഇതിനൊരു ചെറിയ പൂക്കളും ഉണ്ട്. ഈ ഇല നല്ല രസമാണ്, ഹാങ്ങിങ് പോട്ടി വളർത്താനൊക്കെ നല്ലതാണ്. ഇത് ബന്ദിപ്പൂ എന്ന് പറയും ഞങ്ങൾ, മല്ലിക ചെടി എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ ഒരു രസം, നമ്മൾക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ചെറിയ കുട്ടികളുടെ പരിപാടി സ്റ്റേജിൽ തകർക്കുന്നുണ്ട്. കുറച്ച് സമയം കുട്ടികളുടെ പാട്ട് കേട്ട് അങ്ങനെ രസിച്ചിരുന്നു. കുഞ്ഞു മക്കളല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. പൂക്കൾ കാണുമ്പം അറിയാതെ കൈ അങ്ങോട്ട് ചെല്ലുമല്ലേ, ഒന്ന് തൊടാനായിട്ട്, അല്ലെങ്കിൽ ഒരു പൂ ചെറുതായിട്ട് പറിക്കാനായിട്ട്. അവിടെ എല്ലാം CCTV ഉണ്ട്. ഇത് പച്ചക്കറികൾ കായോട് കൂടിയിട്ട് വലിയ ചട്ടിയിൽ വെച്ചിരിക്കുന്ന. അപ്പം നമുക്ക് നല്ല ലാഭമാണ്. വാങ്ങിയിട്ട് നേരെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. അതിന് വേണ്ട പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കായ് പറിച്ചെടുക്കാം. അതായത് കുഞ്ഞു തൈയൊന്നും നമുക്ക് നട്ടു വളർത്തേണ്ട ആവശ്യമില്ല. ഇതാ കുക്കുംബറൊക്കെ കിടക്കുന്നുണ്ടോ, പടവലങ്ങ, കുക്കുംബർ, പിന്നെ വാളരിപ്പയർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് ഈ പൂക്കൾ, ബോംബെ ബോൾസിൻ്റെ ഈ കളറൊക്കെ ഭയങ്കര രസമുണ്ടല്ലേ. എവിടെ നോക്കിയാലും എന്തായാലും ഫ്ലവർ ഷോ എവിടുത്തെ ആയാലും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ കണ്ട് അങ്ങോട്ട് നടക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ, നല്ല മഴ, നല്ല കിടിലം മഴ.
മഴയുടെ ഇടയിൽ കൂടെ ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോൾ ഉണ്ട് അവിടെ ഈ തട്ടുകടകൾ പോലെ ഉണ്ടല്ലോ, നമ്മുടെ ബജിക്കടയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും വാങ്ങി കഴിച്ച് നേരെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഈ മഴയെന്ന് പറഞ്ഞാൽ സംഘാടകർ പ്രതീക്ഷിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഗ്രീൻ നെറ്റൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാ മഴ നേരെ നമ്മളുടെ ദേഹത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് ഞങ്ങളുടെ ഫ്ലവർ ഷോ തീർന്നു. പിന്നെ അൽബ ചിപ്സ് ആൻഡ് സ്പൈസസിൽ പോയി. ഞങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, പുള്ളിയുടെ കടയിൽ എല്ലാ സ്പൈസസും ഉണ്ട്. എന്നാൽ റേറ്റൊക്കെ വളരെ കുറവാണ്, മിതമായത് തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ തേക്കടിയിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ, അങ്ങനെ കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങി. ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്, എന്ത് വേഗത്തിലാണ് അല്ലേ. എനിക്കത് കണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ ഇങ്ങനെ അങ്ങനെ സ്പീഡിലാക്കിയിട്ടുണ്ട്, കൈയുടെ നഖവും കൂടെ വിരലും കൂടെ അതിനകത്തുണ്ടാവും. ഇതുണ്ടോ നല്ല ഉണക്കക്കപ്പയൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിയ വരികയല്ലേ. ചോളമാണത്, കുരുമുളക് എന്ന് വേണ്ട എല്ലാ സ്പൈസസും ഉണ്ട്. ഇപ്പോഴത്തെ ഇതുണ്ട്, മില്ലറ്റ് ഉണ്ട്, ഏലക്ക കണ്ടോ. അങ്ങനെ നിങ്ങൾക്ക് കുമളി പോയവർക്കറിയാം, തേക്കടി പോയവർക്കറിയാം, നമ്മൾ ആ കുമളിയുടെ തേക്കടിയുടെ എൻട്രൻസ് എത്തുമ്പോൾ തന്നെ കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. അതായത് സ്പൈസസിൻ്റെ മണമാണ് ടൗണിന്. അല്ല, ഞാൻ അതിശയോക്തി പറയുന്നതല്ല, നിങ്ങൾക്ക് അറിയാലോ അത്. നല്ല ഒരു മണമാണ് അവിടെ. അപ്പം ഈ ഒരു ഷോപ്പ്, ഈ സ്പൈസസിൻ്റെ ഈ ഷോപ്പ് നല്ലതാണ്, എല്ലാ ഐറ്റംസും കിട്ടും. ഞാൻ പറഞ്ഞ മിതമായ റേറ്റിൽ തന്നെ കിട്ടും. അൽബ സ്പൈസസ് കഫേ എല്ലാം ഉള്ള ഒരു വലിയ ഷോപ്പാണ്. തേക്കടി കവലയിലാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പോൾ പോകുന്നവർ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക. വൈനും എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ പറ്റുന്നവർ പോകുന്നവർ അവിടെ പോയിട്ട് ഷോപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസ് കിട്ടും. ഇത് ഏലമാണ്, മനസ്സിലായോ. ഏലത്തിൻ്റെ കായ ഉണ്ടാകുന്നതിന് ശരം എന്നാ പറയുക. ആ ശരം ഇങ്ങനെ വന്നിട്ട് അതിൽ പൂവുണ്ടായി, ആ പൂവാണ് കായായിട്ട് മാറുന്നത്. ആ കായാണ് നമ്മൾ ഏലക്കയായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഏലക്ക കാണാത്തവരാരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാത്തു. ഏലത്തിന് നല്ല കെയറിങ് വേണ്ട ഒരു കൃഷിയാണ്. അതായത് നമ്മുടെ കുഞ്ഞു മക്കളെ എങ്ങനെ നോക്കുന്നത് അതേപോലെ നോക്കേണ്ട ഒരു ചെടിയാണ് ഏലം. സമയാസമയങ്ങളിൽ വളവും വെള്ളവും തണുപ്പും എല്ലാം കൊടുത്ത് വളർത്തേണ്ട ഒരു ചെടിയാണ് ഏലം. പക്ഷെ നല്ല വിലയും. ഈ പ്രാവശ്യത്തെ വരൾച്ചയിൽ ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അത് ചെറുനാരങ്ങയാണേ ഇപ്പം കണ്ടത്. ഇത് പേരയ്ക്ക. അവിടെ നോക്കുമ്പോൾ നിറച്ച് പേരയ്ക്ക നിൽക്കുന്നു. എന്നാൽ അതിൽ നിന്ന് 2 പറിച്ചാലോ അല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ നിന്നാണ്, നമുക്ക് അത് സ്വാതന്ത്ര്യത്തോടെ പറിക്കാമല്ലോ. ചെറുനാരങ്ങ 1-2 ഉള്ളായിരുന്നു, അതുകൊണ്ട് പറിച്ചില്ല. അപ്പോൾ അവിടുത്തെ മോള് വന്നിട്ട് ഞങ്ങൾക്ക് നല്ല വലിയ പേരയ്ക്ക പറിച്ചു തന്നു. സൂപ്പർ, താങ്ക് യു. ഒരിക്കൽ കൂടി അവരോട് താങ്ക് യു പറയാണ്. അപ്പോൾ അവിടുന്ന് പൂക്കളും കുറച്ചൊരു മലയുടെ മുകളിലാണ് ഈ വീടെ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നല്ല വലിയ മലകൾ, നല്ല സൈറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകളും എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയും. എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാൽവരി മൗണ്ട് കാണാത്തവർ ഒന്ന് കയറി കാണണം കേട്ടോ. ഞാൻ പറഞ്ഞേ, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതാണ്. അതുകൊണ്ട് ഓറഞ്ച് കായ്ച്ചു കിടക്കുന്നതുണ്ടോ. ഇതെന്നാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ഗ്രാമ്പു. ഇത് പറിച്ചെടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം ഓരോന്നിനെ കൊലകൊലയായിട്ട് അടർത്തിയാണ് എടുക്കുന്നത്. കണ്ടോ, ഗ്രാമ്പൂവിനൊക്കെ എന്നാ വിലയല്ലേ. ഈ ഗ്രാമ്പു പറിച്ച് ഓരോ കൊലയായിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി എടുക്കുന്നതാണ് നമ്മുടെ ഗ്രാമ്പു. ഇത് ഗ്രാമ്പു പറിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഗ്രാമ്പു അടർത്തി വെയിലത്തിട്ടതാണ്. അപ്പം നല്ല ഷീറ്റിലിട്ട് നല്ലപോലെ ഉണക്കി എടുക്കണം, എന്നാലേ ഗ്രാമ്പു ദീർഘനാൾ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഗ്രാമ്പു ഏകദേശം ഒരു പകുതിയോളം ഉണങ്ങിയതാണ് കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.